GK ടെലിവിഷൻ 2020 സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതുതായി ഒരു ചാപ്റ്റർ തുടങ്ങുവാൻ പോവുകയാണ്. ആ പാഠഭാഗത്തിൻ്റെ പേര് സമവാക്യങ്ങൾ. വിളക്കൂ. ആദ്യം കൂട്ടലും കുറയ്ക്കലും. നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ പാഠഭാഗം തുടങ്ങുന്നത്. സുഹറ പണപ്പെട്ടി തുറന്ന് എണ്ണി നോക്കുകയാണ്. എത്ര രൂപയുണ്ട്? ഉമ്മ ചോദിച്ചു. 7 രൂപ കൂടി തന്നാൽ തികച്ചും 50 രൂപയാകും. സുഹറ ആഗ്രഹം പറഞ്ഞു. സുഹറയുടെ പണപ്പെട്ടിയിൽ എത്ര രൂപയുണ്ട്? 7 രൂപ കൂടി തന്നാൽ 50 രൂപ ആകും. 7 രൂപയും കൂടി തന്നാൽ 50 രൂപയാകും. അതായത് 50 രൂപയ്ക്ക് 7 രൂപ കുറവാണ്. 50 രൂപയ്ക്ക് എത്രയാണ്? 7 രൂപ കുറവാണ്. നോക്കൂ. അപ്പോൾ എന്തായിരിക്കും? ആകെ രൂപ സമം എത്രയായിരിക്കും? 50 - 7 സമം 43. അപ്പോൾ സുഹറയുടെ പെട്ടിയിലുള്ള രൂപ എന്ന് പറയുന്നത് 43 ആയിരിക്കും. ഇനി അടുത്ത് നോക്കൂ. വേറെ ഉദാഹരണം. ഉണ്ണി വിഷു കൈനീട്ടം കിട്ടിയതിൽ നിന്ന് 8 രൂപ എടുത്ത് ഒരു പേന വാങ്ങി. 42 രൂപ മിച്ചമുണ്ട്. എത്ര രൂപയാണ് കൈനീട്ടാൻ കിട്ടിയത്? അപ്പോൾ കൈനീട്ടം കിട്ടിയതിൽ നിന്ന് 8 രൂപ എടുത്ത് പേന വാങ്ങി. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 42 രൂപയുണ്ട്. ബാക്കി 42 രൂപ മിച്ചമുണ്ട്. അപ്പോൾ എത്ര രൂപയാണ് വിഷു കൈനീട്ടം കിട്ടിയിരിക്കുന്നത്? പറയൂ. 50 രൂപയാണ് അല്ലേ? 50 രൂപയിൽ നിന്ന് 8 രൂപ എടുത്ത് ചിലവാക്കിയപ്പോൾ ബാക്കി വന്നത് എത്രയാണ്? 42 ആണ്. അപ്പം ആകെ രൂപ കിട്ടാൻ വേണ്ടിയിട്ട് 42നോട് കൂടി എത്ര കൂട്ടിയാൽ മതി? 8 കൂട്ടിയാൽ മതി. കുറച്ച് ചോദ്യങ്ങൾ നോക്കാം നമുക്ക്. ടെക്സ്റ്റ് ബുക്കിലെ 6 മാർക്ക് കൂടി കിട്ടിയിരുന്നുവെങ്കിൽ കണക്ക് പരീക്ഷയ്ക്ക് 100 മാർക്കും ആയേനെ. രാജന്റെ സങ്കടം. രാജന് എത്ര മാർക്കാണ് കിട്ടിയത്? 6 മാർക്ക് കൂടി കിട്ടിയിരുന്നുവെങ്കിൽ കണക്ക് പരീക്ഷയ്ക്ക് 100 മാർക്കും ആയേനെ. അപ്പോൾ എന്താണ്? 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്തായിരിക്കും? 100ആയി മാറും. അപ്പോൾ രാജന് കിട്ടിയ മാർക്ക് എത്രയാണ്? പറയൂ. എത്രയാണ്? 100 - 6 സമം 94 അല്ലേ? 94നോടുകൂടി 6 കൂട്ടിയാൽ 100 ആകുക. നോക്കിയാൽ മതി. അപ്പോൾ എത്രയായിരിക്കും? 100 ആകുവാൻ 94നോട് കൂടി 6 മാർക്ക് കൂട്ടണം. അപ്പോൾ എന്തായിരിക്കും? മാർക്ക് എത്രയാണ്? 94. അടുത്ത് നോക്കൂ. പുസ്തകം വാങ്ങാൻ ലിസിക്ക് അമ്മ 60 രൂപ കൊടുത്തു. പുസ്തകം വാങ്ങാൻ ലിസിക്ക് അമ്മ 60 രൂപ കൊടുത്തു. പുസ്തകം വാങ്ങി മിച്ചം വന്ന 13 രൂപ ലിസി തിരിച്ചേൽപ്പിച്ചു. എത്ര രൂപയ്ക്കാണ് പുസ്തകം വാങ്ങിയത്? അപ്പോൾ ആകെ 60 രൂപയാണ് അല്ലേ? 60 രൂപ കൊടുത്തു. അതിൽ 13 രൂപയ്ക്ക് എന്ത് ചെയ്തു? 13 രൂപ ലിസി തിരിച്ചേൽപ്പിച്ചു. അപ്പോൾ ബാക്കി എത്ര ആയിരിക്കും? അതായത് 60ൽ നിന്ന് 13 മാറ്റി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? എത്രയാണ്? 47. അപ്പോൾ എത്ര രൂപയ്ക്കാണ് പുസ്തകം വാങ്ങിയിരിക്കുന്നത്? 47 രൂപയ്ക്കാണ് പുസ്തകം വാങ്ങിച്ചിരിക്കുന്നത്. വേറെ ഉദാഹരണം നോക്കൂ. ഗോപാലൻ ഒരു കുല പഴം വാങ്ങി. കേടുവന്ന 7 എണ്ണം മാറ്റി കഴിഞ്ഞപ്പോൾ 46 എണ്ണമുണ്ട്. ഓക്കെ. കേടുവന്ന 7 എണ്ണം മാറ്റി കഴിഞ്ഞപ്പോൾ 46 എണ്ണമുണ്ട്. കുലയിൽ എത്ര പഴം ഉണ്ടായിരുന്നു? കുലയിൽ എത്ര പഴം ഉണ്ടായിരുന്നു? അപ്പോൾ നോക്കൂ. 7 എണ്ണം കേടുവന്ന് മാറ്റി. ബാക്കി എത്ര ഉണ്ട്? 46 അപ്പോൾ ഉണ്ടായിരുന്ന പഴങ്ങളുടെ എണ്ണം എത്രയാണ്? 46 കൂട്ടണം 7 സമം 53 ആണ്. അടുത്ത നോക്കൂ. വിമല 163 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. 217 രൂപ മിച്ചമുണ്ട്. വിമല 163 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. 217 രൂപ മിച്ചമുണ്ട്. എത്ര രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്? എത്ര രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്? എത്ര ഉണ്ടായിരിക്കും? പറയൂ. 163 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. ഇപ്പോൾ ബാക്കി എത്ര കയ്യിലുണ്ട്? 217 രൂപയുണ്ട്. അപ്പോൾ ആകെ തുക കിട്ടേണ്ടത് ഇവ തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ? എത്ര ആയിരിക്കും? 380 രൂപ ആയിരിക്കും. ഓക്കെ. നോക്കൂ. ഒരു സംഖ്യയോട് 254 കൂട്ടിയപ്പോൾ 452 ആയി. സംഖ്യ ഏതാണ്? അപ്പോൾ ഒരു സംഖ്യയോട് കൂടി 254 കൂട്ടിയപ്പോൾ
452 ആയി. അപ്പോൾ സംഖ്യ ഇതായിരിക്കും. എന്ത് ചെയ്യണം? സംഖ്യ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 452 254 കുറച്ചാൽ മതി. എത്ര ഉണ്ടാവും? 198. അടുത്ത് നോക്കൂ. ഒരു സംഖ്യയിൽ നിന്ന് 198 കുറച്ചപ്പോൾ 163 ആയി. സംഖ്യ ഏതായ? ഒരു സംഖ്യയിൽ നിന്ന് 198 കുറച്ചപ്പോൾ 163 ആയി. സംഖ്യ ഏത്? അപ്പോൾ നോക്കൂ, സംഖ്യ എന്തായിരിക്കണം? നിർബന്ധമായിട്ടും 198നേക്കാൾ കൂടുതൽ ആയിരിക്കണം. അപ്പോൾ നോക്കൂ, സംഖ്യ കൂട്ടാൻ എന്ത് ചെയ്താൽ സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ട് ഇവ തമ്മിൽ കൂട്ടിയാൽ മതി. അതായത് സംഖ്യ സമം 198 പ്ലസ് 163 സമം 361. അടുത്ത് ഗുണനവും ഹരണവും. നമ്മൾ ചാപ്റ്റർ കിടക്കാൻ പോവുകയാണ്. ഗുണനവും ഹരണവും. ഒരു നിക്ഷേപ പദ്ധതിയിൽ 6 വർഷം കൊണ്ട് നിക്ഷേപ തുക 2 മടങ്ങാവും. അവസാനം 10,000 രൂപ കിട്ടാൻ ഇപ്പോൾ എത്ര രൂപ നിക്ഷേപിക്കണം? ക്ലിയറായോ? അതായത് പദ്ധതി എന്താണ്? 6 വർഷം കൊണ്ട് എന്താവും? നിക്ഷേപ തുക എത്രയും മാറും? 2 മടങ്ങാവും. ഓക്കെ. ഇപ്പോൾ 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ 6 വർഷം കഴിഞ്ഞാൽ എത്രയാവും? 20 രൂപ ആവും. 20 രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 6 വർഷം കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? 40 രൂപയായിരിക്കും. ഇപ്പോൾ 200 രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 6 വർഷം കഴിയുമ്പോൾ എത്രയും മാറും? 400 ആവും. അപ്പോൾ 6 വർഷം കഴിയുമ്പോൾ 400 രൂപ കിട്ടണമെങ്കിൽ ഇപ്പം എത്ര വേണം? 200 നിക്ഷേപിക്കണം. അതുപോലെ ഇവിടെ എത്രയാണ്? ഇവിടെ 10,000 രൂപ കിട്ടണമെങ്കിൽ അവസാന വർഷം അല്ലേ? അവസാനം 10,000 രൂപ കിട്ടാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ എത്ര രൂപ നിക്ഷേപിക്കണം? പറയൂ, എത്രയാണ്? 10,000/2 അല്ലേ? 10,000/2 സമം 5,000. ഇപ്പം 5,000 രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 6 വർഷം കഴിഞ്ഞ് എത്രയും മാറും? 10,000 രൂപ ആയി മാറും. ഇനി നോക്കൂ, പച്ചക്കറി കച്ചവടത്തിലെ ലാഭം 4 പേർ തുല്യമായി പങ്കുവെച്ചപ്പോൾ ജോസിന് 1,500 രൂപ കിട്ടി. ആകെ ലാഭം എത്ര രൂപയാണ്? അപ്പോൾ നോക്കൂ, 4 പേരാണ് ഈ പച്ചക്കറി കച്ചവടം നടത്തിയിരിക്കുന്നത്. അതിന് ലാഭം എന്താണ്? തുല്യമായിട്ട് വിഭജിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് കിട്ടിയിരിക്കുന്ന ലാഭം എത്രയാണ്? 1,500 രൂപയാണ്. ഒരാൾക്ക് കിട്ടിയിരിക്കുന്ന ലാഭം എത്രയാണ്? 1,500 രൂപയാണ്. അപ്പോൾ 4 പേർക്കുണ്ട്. അപ്പോൾ 4 പേർക്ക് എന്താണ്? തുല്യമായ ലാഭം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എത്ര 1,500 ഉണ്ടാവും? 4,500 ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ആകെ രൂപ എത്ര ആയിരിക്കും? ആകെ രൂപ സമം 4 × 1,500 സമത്രയാണ് 6,000 രൂപ ആയിരിക്കും കേട്ടോ. അപ്പോൾ ലാഭം എത്രയാണ്? ആകെ ലാഭരൂപ എന്തായിരിക്കും? 6,000 രൂപ ആയിരിക്കും. നോക്കൂ, ഒരു സ്ഥാപനത്തിലെ മാനേജറുടെ ശമ്പളം പിയൂണിൻ്റെ ശമ്പളത്തിൻ്റെ 5 ഇരട്ടിയാണ്. ശ്രദ്ധിക്കണം, മാനേജറുടെ ശമ്പളം എന്താണ്? പിയൂണിൻ്റെ ശമ്പളത്തിൻ്റെ 5 ഇരട്ടിയാണ്. മാനേജർക്ക് മാസം 40,000 രൂപയാണ് കിട്ടുന്നത്. പിയൂണിന് മാസം എത്ര രൂപ കിട്ടും? അപ്പോൾ എന്താണ് ഇവിടെ പിയൂണും മാനേജറും അല്ലത്. ഈ ചോദ്യപ്രകാരം എന്തായിരിക്കും? ഈ പിയൂണും മാനേജറും തമ്മിലുള്ള ശമ്പളത്തിന് മാറ്റം എന്തായിരിക്കും? പിയൂണിൻ്റെ ശമ്പളത്തിൻ്റെ 5 ഇരട്ടിയാണ് ആരുടെ ശമ്പളം? മാനേജറുടെ ശമ്പളം. അപ്പോൾ ഏറ്റവും കൂടുതൽ ശമ്പളം ആർക്കുണ്ടാകുക? മാനേജർക്ക് അല്ലേ? ഏറ്റവും കുറവ് ആർക്കുണ്ടാവും? പിയൂണ്. ഇവിടെ ഉത്തരം എന്തായിരിക്കണം? ഈ 40,000 താഴെയുള്ള ഒരു സംഖ്യ ആയിരിക്കണം. അങ്ങനെ കിട്ടും. നമുക്ക് പിയൂണിൻ്റെ ശമ്പളത്തിന് 5 ഇരട്ടിയാണ് 40,000. വേറെ ഇത് പറഞ്ഞാൽ മാനേജർ ശമ്പളത്തിൻ്റെ 1/5 ഭാഗമായിരിക്കും പിയൂണിൻ്റെ ശമ്പളം. അപ്പം എന്തായിരിക്കും? പിയൂണിൻ്റെ ശമ്പളം സമം 40,000/5 സമം 8,000 രൂപ ആയിരിക്കും. അടുത്ത് നോക്കൂ, ഒരു വിനോദയാത്രയ്ക്ക് പോയവർ ചെലവായ 5,200 രൂപ തുല്യമായിട്ട് എന്ത് ചെയ്തു? വീതിച്ചു. ഓരോരുത്തരും 1,300 രൂപ കൊടുത്തു. ഓരോരുത്തർക്ക് എത്ര കൊടുത്തു? 1,300 രൂപ കൊടുത്തു. എത്ര പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്? ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആകെ ചെലവ് എത്രയാണ്? 5,200 രൂപ അല്ലേ? ഓരോരുത്തർ കൊടുത്തു 1,300 രൂപ കൊടുത്തു. അപ്പോൾ എന്താണ്? 1,300 ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്ന് കിട്ടുക 5,200. ആ നിശ്ചിത സംഖ്യ എന്തായിരിക്കും? ആളുകളുടെ എണ്ണമായിരിക്കും. ഓക്കെ. സംഘത്തിലുണ്ടായിരുന്നവരുടെ എണ്ണം സമം
5200 ഹരിക്കണം 1300 സമത്രയാണ് 4. വേറെ നോക്കൂ, ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി. ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി. ഏത് സംഖ്യയാണ് ഗുണിച്ചത്? അപ്പോൾ എന്താണ് സംഖ്യ എന്തായിരിക്കണം? സംഖ്യ കിട്ടാൻ 756 എന്താണ് 12 കൊണ്ട് ഹരിച്ച് നോക്കുക. അത്ര ഉണ്ടായിരിക്കും. 12 ഹരിച്ച് എത്ര ഉണ്ടാവും? നമുക്ക് 12 ഹരിച്ച് കഴിഞ്ഞാൽ 63 എന്ന് കിട്ടും. ഓക്കെ, 756 ബൈ 12 സമം 63 ആയിരിക്കും. കൊണ്ട് ഹരിച്ചപ്പോൾ 756 കിട്ടി. ഏത് സംഖ്യയെയാണ് ഹരിച്ചത്? അപ്പോൾ എന്തായി? സംഖ്യ കിട്ടാൻ വേണ്ടി എന്തായത്? ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി അല്ലേ? 756 ഇൻറ്റു 221 സമത്രാണ് 15876. 15876 ആയിരിക്കും ഉത്തരം. അടുത്തത് ഹെഡിങ് പലവിധ മാറ്റം. ഒരു നോട്ട് പുസ്തകവും 3 രൂപ വിലയുള്ള ഒരു പേനയും വാങ്ങിയപ്പോൾ 23 രൂപ ചെലവായി. ഒരു നോട്ട് പുസ്തകത്തിന്റെ വില എത്രയാണ്? 2 നോട്ട് പുസ്തകവും 3 രൂപ വിലയുള്ള പേനയും വാങ്ങിയപ്പോൾ എത്ര രൂപയായി? 23 രൂപയായി. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? 2 നോട്ട് പുസ്തകത്തിന് വില എത്രയാണ്? 23 മൈനസ് 3 സമം 20 ആയിരിക്കും അല്ലേ? അതായത് 23 രൂപയിൽ 3 രൂപ എന്താണ് പേനയുടെ വിലയാണ്. അപ്പോൾ 2 നോട്ട് പുസ്തകത്തിന് വില എന്തായിരിക്കും? 20 രൂപയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു നോട്ട് പുസ്തകത്തിന് വില എത്ര ആയിരിക്കും? പറയൂ, എത്രയാണ്? 20/2 സമത്രയാണ് 10 ആയിരിക്കും. ഒരു നോട്ട് പുസ്തകത്തിന് വില എത്ര ആയിരിക്കും? 10 ആയിരിക്കും. അടുത്ത് നോക്കൂ, ഒരു സംഖ്യയുടെ 3 മടങ്ങിനോടുകൂടി 2 കൂട്ടിയപ്പോൾ 50 ആയി. സംഖ്യ ഏതാണ്? ഒരു സംഖ്യയുടെ 3 മടങ്ങിനോടുകൂടി 2 കൂട്ടിയപ്പോൾ 50 ആയി. അപ്പോൾ നോക്കൂ, 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ എത്രയായി? 50 രൂപയായി. അപ്പോൾ എന്തായിരിക്കും? സംഖ്യയുടെ 3 മടങ്ങ് എത്രയാണ്? സംഖ്യയുടെ 3 മടങ്ങ് സമം 50 മൈനസ് 2 സമത്രയാണ് 48 ആണ്. അത് ചെയ്ത് നോക്കൂ. ആദ്യം സംഖ്യയുടെ 3 മടങ്ങിനോട് കൂടി എത്ര കൂട്ടി? ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് കൂടി 2 കൂട്ടിയപ്പോൾ എത്രയാണ്? 50 ആയി. ഇതാ സംഖ്യ. സംഖ്യയുടെ 3 മടങ്ങിനോട് കൂടി 2 കൂട്ടിയപ്പോൾ എത്രയായി? 50 ആയി. നമ്മൾ തിരിച്ചിങ്ങനെ ഇങ്ങോട്ട് വരണം. അപ്പം എന്ത് ചെയ്യും? നമ്മൾ ഈ +2 ഇവിടെ എന്തായി മാറും? -2 ആയിരിക്കും. -2 കണ്ടോ? +2 എന്തായി മാറും? -2. ഇവിടെ ഗുണിക്കണം 3 എന്തായി മാറി? ഇവിടെ ഹരിക്കണം 3 എന്നായി മാറി. അപ്പോൾ 50 മൈനസ് 2 സമത്രമായിരിക്കും 48 ആയിരിക്കും. 48 ഹരിക്കണം 3 എത്ര ആയിരിക്കും? 16. അപ്പോൾ ശരിയായില്ലേ? സംഖ്യ എത്ര ആയിരിക്കും? 16. 16ന്റെ 3 മടങ്ങ് പറഞ്ഞാൽ എത്രയാണ്? 48. അതിനോട് 2 കൂട്ടി എത്രയാണ്? 50 ആയിരിക്കും. ഓക്കെ, ഒരു സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 2 കുറച്ചപ്പോൾ 40 ആയി. സംഖ്യ ഏതാണ്? അതായത് സംഖ്യയുടെ 3 മടങ്ങ് അല്ലേ? സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 2 കുറച്ചപ്പോൾ എത്രയാണ്? സംഖ്യ ഇരുന്ന് എത്രയാണ്? 40 ആയി അല്ലേ? സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 2 കുറച്ചപ്പോൾ എത്ര വന്നു? 40 ആയി. ഈ -2ന്റെ എന്ത് ചെയ്യും? നമുക്ക് താഴെ +2 ആക്കിയത്. ഇവിടെ ഇൻറ്റു 3 എന്തായി മാറും? ഇവിടെ /3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ എന്തായിരിക്കും? +2 ആയി. അത് ഗുണിക്കണം 3 എന്തായി മാറും? ഹരിക്കണം 3 ആയി മാറും അല്ലേ? അപ്പോൾ നോക്കൂ, ആദ്യം 40നോട് കൂടി 2 കൂട്ടി എത്രയാണ്? 42. ഇവിടെ ഗുണിക്കണം 3 കൂടി എന്തായി മാറും? ഹരിക്കണം 3 ആയി മാറും. അപ്പോൾ എന്തായിരിക്കും? 42 ഹരിക്കണം 3 സമത്രമായിരിക്കും 14 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ 14നോട് 3 ഗുണിച്ചെത്രയാണ്? 14 × 3 42 ആണ്. അതിന് 2 കുറച്ച് എത്രയാണ്? 40 അല്ലേ? അപ്പോൾ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 2 കുറച്ചപ്പോൾ എത്രയായി മാറി? 40 ആയി. അപ്പോൾ കിട്ടാൻ വാങ്ങുന്നത് ഏതായി? അത് 40നോട് കൂടി 2 കൂട്ടുക അല്ലേ? 2 കുറച്ചാണ് 2 കൂട്ടുക. അതിനെന്ത് ചെയ്യുക? 3 കൊണ്ട് ഹരിക്കുക. 3 മടങ്ങിൽ എന്തായി മാറും? 3 കൊണ്ട് ഹരിക്കുക എന്ന രൂപത്തിൽ തിരിച്ചെടുത്താൽ മതി. ഓക്കെ, അടുത്ത് ഒരു സംഖ്യയോട് അതിൻ്റെ 4/1 കൂട്ടിയപ്പോൾ 30 കിട്ടി. സംഖ്യ ഏതാണ്? ഒരു സംഖ്യയോട് അതിൻ്റെ 4/1 കൂട്ടിയപ്പോൾ 30 കിട്ടി. അപ്പോൾ സംഖ്യ ഏതാണ്? അപ്പോൾ സംഖ്യ കൂട്ടണം
ആ സംഖ്യയുടെ 4/1 മടങ്ങ്. അപ്പോൾ എന്തായി മാറും? സംഖ്യയുടെ എത്രയും മടങ്ങുമായി മാറും? സംഖ്യയും അതിൻ്റെ കാൽഭാഗം കൂട്ടി എന്തായിരിക്കും? 1/4 ഭാഗം ഉണ്ടാകുക അല്ലേ? 1 + കാലല്ലേ? അപ്പോൾ ഒന്നുണ്ടാവും സംഖ്യയുടെ എത്ര ഉണ്ടാവും? എത്ര മടങ്ങ് ഉണ്ടാവും? 5/4 മടങ്ങ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അത് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ സംഖ്യയുടെ 5/4 മടങ്ങ് എത്രയാണ്? 30 ആണ്. അതായത് ഒരു സംഖ്യയെ 5/4 കൊണ്ട് ഗുണിച്ചപ്പോൾ എത്രയും മാറിയും? ഒരു സംഖ്യയെ 5/4 കൊണ്ട് ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 30 എന്ന് കിട്ടി. അപ്പോൾ സംഖ്യ എന്തായിരിക്കും? സംഖ്യ സമം 30 ഇൻറ്റു ഈ 5/4 എന്ത് ചെയ്യുക? അതിനെ വിൽക്രമം എടുക്കുക. എന്താണ്? 30 ഇൻറ്റു 4/5 സമം 6 ഇൻറ്റു 4 സമം എത്രയാണ്? 24 അല്ലേ? 24. അടുത്ത അനിതയും കൂട്ടുകാരൻ പേന വാങ്ങി. 5 പേന ഒന്നിച്ചു വാങ്ങിയപ്പോൾ ആകെ വിലയിൽ നിന്ന് 3 രൂപ കുറവ് കിട്ടി. അവർക്ക് 32 രൂപയാണ് ചെലവായത്. ഓരോന്നായി വാങ്ങിയിരുന്നെങ്കിൽ എത്ര രൂപ വീതം കൊടുക്കണമായിരുന്നു? അപ്പോൾ 5 പേനയുടെ യഥാർത്ഥ വില എത്രയാണ്? എന്താണ് പറയും? അവർക്ക് എത്ര? 3 രൂപയാണ് കുറവ് കിട്ടിയത്. അവർ കൊടുത്ത തുക എത്രയാണ്? 32 രൂപയാണ്. അപ്പോൾ എത്രയായിരിക്കും? യഥാർത്ഥ വില സമം 32 കൂട്ടണം 3 സമം എത്രയാണ്? 35. ഒരു പേനയുടെ വില സമം എന്തായിരിക്കും? 35 ഹരിക്കണം 5 സമം 7 ആയിരിക്കും അല്ലേ? ഓരോ പേനകൾ വീതം വാങ്ങിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും? ഒരു പേനയുടെ വില എന്തായിരിക്കും? 35 ഹരിക്കണം 5 സമം 7 രൂപ ആയിരിക്കും അല്ലേ? ഓക്കെ. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 25 മീറ്ററും ഒരു വശം 5 മീറ്ററുമാണ്. മറ്റേ വശം എത്ര മീറ്ററാണ്? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? 25 മീറ്ററാണ്. അപ്പോൾ ചുറ്റളവ് സമം 25 മീറ്ററാണ്. ചുറ്റളവ് പറഞ്ഞാൽ ചതുരത്തിന് ചുറ്റളവ് എന്താണ്? ചുറ്റുമുള്ള അളവാണ്. അപ്പോൾ എത്ര നീളമുണ്ട്? എത്ര വീതി ഉണ്ട്? എത്ര നീളമുണ്ട്? 2 നീളമുണ്ടല്ലേ? അപ്പോൾ 2 ഇൻറ്റു നീളം കൂട്ടണം വീതി സമം എത്രയാണ്? 25 ആണ് അല്ലേ? 2 ഇൻറ്റു നീളം കൂട്ടണം വീതി സമം 25 ആണ്. അപ്പോൾ എന്താണ്? നീളവും വീതിയും കൂട്ടി എത്ര ആയിരിക്കും? 25/2 സമം എത്രയാണ്? 12.5. അതിൽ വീതി എത്രയാണ്? ഒരു വശത്തിലാണ് 5. ഞാൻ വീതി എടുത്തു. അപ്പോൾ എന്താണ്? നീളം കൂട്ടണം 5 സമം 12.5. നോക്കൂ, രണ്ടെണ്ണം കൂട്ടിയപ്പോൾ എത്രയാണ്? 12.5 ആണ്. അതിൽ ഒരെണ്ണം എന്താണ്? 5 ആണ്. 5 എന്തായിരിക്കും? നീളാവൂല, എന്താവുള്ളൂ? വീതി ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്ര ആയിരിക്കും? നീളം കൂട്ടണം 5 സമം 12.5 അല്ലേ? അങ്ങനെ നീളം എത്ര ആയിരിക്കും? നീളം സമം 7.5 ആയിരിക്കും. ഇനി നോക്കൂ, ചുവടെയുള്ള കണക്കുകളിലെല്ലാം ഒരു സംഖ്യയിൽ ചില ക്രിയകൾ ചെയ്തതിൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നു. ഓരോന്നിലും സംഖ്യ കണ്ടുപിടിക്കുക. ആയി നോക്കൂ, 2 മടങ്ങിനോടുകൂടി 3 കൂട്ടിയപ്പോൾ 101. ഒരു സംഖ്യയുടെ എത്ര മടങ്ങിനോട്? 2 മടങ്ങിനോട് എത്ര കൂട്ടി? 3 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 101 കിട്ടി. ഒരു സംഖ്യയുടെ 2 മടങ്ങിനോടുകൂടി 3 കൂട്ടിയപ്പോൾ എത്രയാണ്? 101. ഈ +3ൻ്റെ ഇവിടെ +3 ആണെങ്കിൽ എന്തായിരിക്കും? -3 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? 101 - 3 സമം 98. ഇവിടെ ഗുണിക്കൽ 2 അല്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും? ഹരിക്കണം 2 ആണ്. അപ്പോൾ 98 ഹരിക്കണം 2 സമം എത്രയാണ്? 49. സമം എത്ര കിട്ടി? 49. അപ്പോൾ 49ന് ഇരട്ടി എത്രയാണ്? 98. അതിനാണ് 3 കൂട്ടിയപ്പോൾ എത്രയാണ്? 101 എന്ന് കിട്ടി. അടുത്ത സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ എത്രയാണ്? 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 101. അപ്പോൾ നോക്കൂ, 3 മടങ്ങിനോട് കൂടി 2 കൂട്ടിയപ്പോൾ എത്രയാണ്? 101. ഈ ഇവിടെ +2 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? -2 ആയിരിക്കും. ഇവിടെ ഗുണിക്കണം 3 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഹരിക്കണം 3 ആയിരിക്കും അല്ലേ? ഹരിക്കണം 3 ആയിരിക്കും. നോക്കൂ, 101 2 കുറച്ചപ്പോൾ എത്ര കിട്ടി? 99. 99 എന്ത് ചെയ്യുക? ഈ ഗുണിക്കൽ 3 ഹരിക്കൽ 3 ആകുമ്പോൾ എന്തായി മാറും? ഇവിടെ 33 ആയിരിക്കും. നോക്കൂ, 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ 101. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സംഖ്യ കിട്ടാൻ വേണ്ടി 101നോട് എന്ത് ചെയ്യുക? 3 കുറച്ചെന്ന് 3 കൂട്ടിലാക്കുക. അപ്പോൾ 101 + 3 എത്രയാണ്? 104.
രണ്ട് മടങ്ങ് എന്തായി നമുക്ക് നമ്മൾ രണ്ട് മടങ്ങ് എന്തൊക്കെ നമുക്ക് ഹരിക്കണമാക്കി മാറ്റുമ്പോൾ 104/2 സമം 52 ഒറ്റയടിക്ക് പറയാൻ കഴിയും. ഇങ്ങനെ ചെയ്ത് നോക്കാതെ നേരിട്ട് പോയി പറയാൻ കഴിയും. അത് നോക്കൂ, ആദ്യം സംഖ്യ ഗുണിക്കണം 2, അതിനോടുകൂടി ഇത്രയാണ് 3 കുറച്ചപ്പോൾ 101. ഇവിടെ -3 ആണെങ്കിൽ താഴെ എന്തായി മാറും +3. അപ്പോൾ എന്താണ് 101 + 3 സമം 104. ഈ 104 എന്ന് ചെയ്യുക 2 കൊണ്ട് ഹരിച്ച് എത്രയായി മാറും 52. അടുത്ത നോക്കും 4. 3 മടങ്ങിൽ നിന്ന് 2 കുറച്ചപ്പോൾ 101. 3 മടങ്ങിൽ നിന്ന് 2 കുറച്ചപ്പോൾ 101. അപ്പം സംഖ്യ എന്തായിരിക്കും 101 + 2 സമത്രമാണ് 103. ആ 103 എന്ത് ചെയ്യുക നമ്മൾ 3 കൊണ്ട് ഹരിച്ചു വെക്കുക അല്ലേ. 3 കൊണ്ട് ഹരിച്ച് കിട്ടുന്ന സംഖ്യ ആയിരിക്കും എന്ത് ചെയ്ത് നോക്കൂ. ആദ്യം എന്താണ് സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 2 കുറച്ചപ്പോൾ എത്ര കിട്ടി 101 കിട്ടി. ഈ -2 എന്തായി മാറും, ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും +2 മാറും അല്ലേ. അപ്പോൾ 101 + 2 എന്തായിരിക്കും 103 ആയിരിക്കും. അതിന് 3 കൊണ്ട് ഹരിച്ചു നോക്കുക. 103നെ 3 കൊണ്ട് ഹരിച്ചു നോക്കൂ, എന്താ കിട്ടുക 34/1/3 ഉണ്ടാവും. ഹരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും 34നെ 3 കൊണ്ട് ഹരിച്ച് നോക്കുമ്പോൾ 103നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഹരണഫലം 34 ഉണ്ടാവും, ശിഷ്ടത്ര ഉണ്ടാവും 1 ഉണ്ടാവും. അത് മാറ്റി എഴുതുമ്പോൾ 34/1/3 ആവും. അടുത്ത നോക്കൂ, ഒരു സംഖ്യയോട് അതിൻ്റെ പകുതി കൂട്ടിയപ്പോൾ 111 കിട്ടി. സംഖ്യ എത്രയാണ്? ഒരു സംഖ്യയോട് അതിൻ്റെ പകുതി കൂട്ടിയപ്പോൾ 111 കിട്ടി. സംഖ്യ എന്താണ്? അത് നോക്കൂ, ആദ്യം സംഖ്യയും അതിൻ്റെ പകുതിയും കൂട്ടി അല്ലേ. സംഖ്യ കൂട്ടണം, ആ സംഖ്യയുടെ പകുതി സമത്രയാണ് സംഖ്യയുടെ 1.5 മടങ്ങായി മാറും അല്ലേ. സംഖ്യ കൂട്ടണം, സംഖ്യയുടെ പകുതി പറഞ്ഞാൽ സംഖ്യയുടെ 1.5 മടങ്ങ് അല്ലേ. അതായത് സംഖ്യയുടെ 3/2 മടങ്ങ്. അത് എത്രയാണ് സമത്രയാണ് സമം 111. സംഖ്യയുടെ 3/2 മടങ്ങ് സമം 111. അപ്പോൾ എന്താണ് സംഖ്യ സമം എന്താണ് ഈ 111 എന്ത് ചെയ്യുക, ഇവിടെ 3/2 മടങ്ങാണെങ്കിൽ സംഖ്യ കിട്ടാൻ എന്തായി അതിൻ്റെ വിൽക്രമം എടുത്താൽ മതി 111 × 2/3. അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് 2 × 37 സമം 74 എന്ന് കിട്ടി. അടുത്ത കണക്ക് നോക്കൂ, പഴയൊരു കണക്ക്. പശുക്കൂട്ടത്തോട് കുട്ടി ചോദിച്ചു, നിങ്ങൾ എത്ര പേര്? ഒരു പശു പറഞ്ഞു, ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്നും ചേർന്നാൽ 100 ആകും. എത്ര പശുക്കളുണ്ടായിരുന്നു? അത് നോക്കൂ, ഞങ്ങളും ഞങ്ങൾ പ്ലസ് ഞങ്ങളോളവും, ഞങ്ങളും ഞങ്ങളോളവും. അപ്പോൾ ഞങ്ങൾ പ്ലസ് ഞങ്ങളോളവും, അതിനോട് എന്താണ് ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്നും ചേർന്നത്രയായിരിക്കും 100 ആയിരിക്കും. ഒന്നും ചേർന്നത്രയായി മാറും 100 ആയിരിക്കും. ഈ പ്ലസ് ഒന്ന് ഈ ബാത്തി പോലെ എന്തായി മാറും 99 മാറും. അപ്പോൾ 1 കുറവാകുമ്പോൾ 99 ആവും. ഇതൊക്കെ ഞങ്ങൾ വീണ്ടും ഞങ്ങളാണ്. അപ്പോൾ 2 ഞങ്ങൾ എന്തായിരിക്കും ഞങ്ങൾ പ്ലസ് ഞങ്ങൾ പറഞ്ഞാൽ 2 ഞങ്ങളായി. ഞങ്ങളിൽ പകുതി പറഞ്ഞാൽ എന്തായിരിക്കും 2.5 ഞങ്ങളായി മാറി അല്ലേ. അതിൽ പകുതി പറഞ്ഞാൽ എന്താണ് അരേൻ്റെ പകുതി പറഞ്ഞാൽ കാലാണ്. അപ്പം എന്തായിരിക്കും 2.75 അല്ലേ. അതെ, പശുവിടെ 2.75 മടങ്ങ് സമത്രാണ് 99 ആണ്. ഇതെന്താണ് ഇതിനെ വന്ന് മാറ്റം നമുക്ക് 2 × 4 ആണ് 8. 8 3 എത്രയാണ് 11. അപ്പോൾ പശുക്കളുടെ 11/4 മടങ്ങ് വിഷമിന്നാണ്. 11/4 മടങ്ങ് എത്രയാണ് 99. അപ്പോൾ പശുക്കളുടെ എണ്ണം കിട്ടാൻ ഇതായി ഇതൊന്ന് എടുത്ത് നേരെ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ എന്തായിരിക്കും പശുക്കളുടെ എണ്ണം സമം 99 ഗുണിക്കണം 4/11 സമം 9/4 × 4 സമം 36 എന്ന് കിട്ടും. അടുത്തത് ബീജഗണിത രീതി. റഷീദ 4 കിലോഗ്രാം വെണ്ടയ്ക്കയും 10 രൂപയ്ക്ക് മല്ലിയില, കറിവേപ്പില മുതലായവയും വാങ്ങിയപ്പോൾ 130 രൂപയായി. 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില എന്താണ്? 1 കിലോ വെണ്ടയ്ക്കയുടെ വിലയാണ് കാണേണ്ടത്. അപ്പോൾ 4 കിലോഗ്രാം വെണ്ടയ്ക്കയും 10 രൂപയ്ക്ക് മല്ലിയിലയും കറിവേപ്പിലയും വാങ്ങിയപ്പോൾ എത്രയായി 130 രൂപയായി. അപ്പോൾ നോക്കൂ, ഇത് നമ്മൾ കണക്കിൻ്റെ ഭാഷയ്ക്ക് മാറ്റിയത് എന്താണ്? ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ച് 10 കൂട്ടിയപ്പോൾ അല്ലേ. ഇവിടെ 1 കിലോഗ്രാം വെണ്ടയ്ക്ക നമ്മളൊരു സംഖ്യ എടുത്തു. അപ്പോൾ 4 × സംഖ്യ കൂട്ടണം 10 സമത്രയാണ് 130. അപ്പോൾ എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ സംഖ്യ എന്തായിരിക്കും? സംഖ്യ കിട്ടാൻ 130 10 കുറയ്ക്കുക
അതിനുശേഷം എന്ത് ചെയ്യുക, ഈ 4 കൊണ്ട് ഹരിക്കുക. അപ്പം എന്തായി മാറും, 130 മൈനസ് 10 ഹരിക്കണം 4 സമത്രയാണ് 120 ഹരിക്കണം 4 സമം 30. ഓക്കെ, ആ വെണ്ടയ്ക്കയുടെ എത്രയായിരിക്കും, 30 ആയിരിക്കും. അടുത്ത് 10 മീറ്റർ നീളമുള്ള കമ്പി വളച്ച് ഒരു ചതുരമുണ്ടാക്കണം. വീതിയേക്കാൾ 1 മീറ്റർ കൂടുതൽ നീളം വേണം. നീളം എന്തായിരിക്കും, വീതിയേക്കാൾ 1 മീറ്റർ ആയിരിക്കണം, കൂടുതലായിരിക്കണം. നീളവും വീതിയും എത്രയാകണം, നീളവും വീതിയും എത്രയാകണം എന്ന് ചോദിക്കുന്നു. അത് നോക്കൂ, ഇവിടെ സംഭവിക്കുന്നത് ഒരു സംഖ്യ, ആ സംഖ്യയോട് 1 കൂട്ടിയത് അതിൻ്റെ 2 മടങ്ങ് ഏത് തുല്യമായിരിക്കും, 10 മീറ്റർ തുല്യമായിരിക്കും. ഇവിടെ എന്താണ്, ഇവിടെ വീതി നമ്മൾ എന്ത് ചെയ്തു, സംഖ്യ എടുത്തു. അപ്പൊ നീളം എന്തായിരിക്കും, ആ സംഖ്യയേക്കാൾ 1 കൂടുതലായിരിക്കും. ചുറ്റളവ് എന്തായിരിക്കും, നീളം കൂട്ടണം വീതി അതിന്റെ 2 മടങ്ങാണ്. അപ്പൊ 2 ഇൻറ്റു നീളം കൂട്ടണം വീതി സമം എന്തായിരിക്കും, 10 ആയിരിക്കും. നോക്കൂ, കണക്കിന് ഭാഷ പറയുന്ന അറിയാം, ഒരു സംഖ്യയുടെയും അതിനോട് 1 കൂട്ടിയതിനെയും തുക എന്തായിരിക്കും, അയാളുടെ 2 മടങ്ങ് എന്താണ്, 10 ആയിരിക്കും. വേറെ വിധി പറഞ്ഞ എന്താണ്, സംഖ്യയും അതിനോട് 1 കൂട്ടിയതിൻ്റെയും തുക എത്രയായിരിക്കും, 5 ആയിരിക്കും. അല്ലേ? അതൊക്കെ ഒരു സംഖ്യയുടെയും അതിനോട് 1 കൂട്ടിയതിൻ്റെയും തുക 5 എന്ന രൂപത്തിൽ നമുക്ക് എഴുതാം. അങ്ങനെ എന്തായിരിക്കും, സംഖ്യ എന്തായിരിക്കും, 5 മൈനസ് 1 ഹരിക്കണം 2 സമത്രാണ് 2. അപ്പോൾ എന്തായിരിക്കും, സംഖ്യ 2 ആണ്. അല്ലെ? സംഖ്യ എന്താണ്, വീതി അല്ലേ? അപ്പൊ വീതി സമം 2 ആകുമ്പോൾ നീളം എത്രയായിരിക്കും, 3 ആയിരിക്കും. കാരണം അവയുടെ തുക എത്രയാണ്, 5 ആണ്. ഇത് നമുക്ക് ബീജഗണിത രീതിയിൽ പറയാം. സംഖ്യ എക്സ് എടുത്തു, സംഖ്യ എടുത്തു, എക്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ വീതി എന്തായിരിക്കും, എക്സ് ആണ്. നീളം എന്തായിരിക്കും, അതിനേക്കാൾ 1 കൂടുതലല്ലേ? അതായത് എക്സ് കൂട്ടണം എക്സ് പ്ലസ് 1 സമത്രയാണ് 5. ഓക്കെ, 2x പ്ലസ് 1 സമത്രയാണ് 5. അതിൽ എക്സും എക്സും കൂട്ടി എത്രയായിരിക്കും, 2x കൂട്ടണം 1 സമം 5. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, 2x സമം 4. അപ്പോൾ എക്സിന് എന്തായിരിക്കും, എക്സ് സമം 2. അതായത് വീതി സമം 2. അപ്പോൾ എന്തായിരിക്കും, നീളം സമം 3 ആയിരിക്കും. നോക്കൂ, ഒരു കസേരയ്ക്കും മേശയ്ക്കും കൂടി 4500 രൂപയാണ് വില. മേശയ്ക്ക് കസേരയേക്കാൾ 1000 രൂപ കൂടുതലാണ്. ഓരോന്നിൻ്റെയും വില എന്താണ്? ഒരു കസേരയ്ക്കും മേശയ്ക്കും കൂടി 4500 രൂപയാണ്. അത് നോക്കൂ, കസേരയുടെ വില എന്ത് ചെയ്തു, എക്സ് എടുത്തു. കസേരയുടെ വില എന്തെടുത്തു, എക്സ് എടുത്തു. ഇവിടെ മേശയും കസേരയോട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്, മേശയ്ക്ക് കസേരയേക്കാൾ 1000 രൂപ കൂടുതലാണ്. അപ്പൊ കസേരയുടെ വില എന്താണ്, മേശയ്ക്ക് കസേരയേക്കാൾ 1000 രൂപ കൂടുതലാണ്. അപ്പോൾ മേശയുടെ വില എന്തായിരിക്കും, എക്സ് പ്ലസ് 1000. എക്സ് പ്ലസ് 1000. അത് നോക്കൂ, ഇവിടെ തുക എന്താണ്, ഈ കസേരയുടെ വിലയും മേശയുടെ വിലയുടെയും തുക എന്തായിരിക്കും, എത്രയായിരിക്കും, 4500 രൂപയാണ്. അപ്പൊ എന്തായിരിക്കും, കസേരയുടെ വില പ്ലസ് മേശയുടെ വില സമത്രയാണ് 4500. കസേരയുടെ വില എത്രയാണ്, എക്സ് കൂട്ടണം എക്സ് പ്ലസ് 1000 സമം 4500. അതിൽ എക്സും എക്സും കൂട്ടിയപ്പോൾ എത്രയായി, എക്സ് കൂട്ടണം എക്സ് എത്രയായിരിക്കും, 2x സമം ഈ 1000 ഇങ്ങോട്ട് പോരുമ്പോൾ എന്തായിരിക്കും, 4500 മൈനസ് 1000. അപ്പൊ എന്തായിരിക്കും, 2x സമത്രയാണ് 3500. അപ്പോൾ എക്സിന്റെ വില എത്രയായിരിക്കും, എക്സ് സമത്രയായിരിക്കും 1750. അപ്പോൾ കസേരയുടെ വില എത്രയാണ്, 1750. അപ്പോൾ മേശയുടെ വില എന്തായിരിക്കും, മേശയുടെ വില സമം എക്സ് പ്ലസ് 1000 സമത്രാണ് 1750 പ്ലസ് 1000 സമത്രാണ് 2750. അടുത്തത് നോക്കൂ, 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 20ന്റെയും 10ന്റെയും നോട്ടുകളാണ് കിട്ടിയത്. 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 20ന്റെയും 10ന്റെയും നോട്ടുകളാണ് കിട്ടിയത്. ആകെ 7 നോട്ടുകൾ, ഓരോന്നും എത്ര വീതം, ഓരോന്നും എത്ര വീതം വയ്ക്കുന്നത്. അപ്പൊ 100 രൂപ ചില്ലറയാക്കിയപ്പോൾ എന്താണ്, 20ന്റെയും 10ന്റെയും നോട്ടുകളാണ് കിട്ടിയത്. ആകെ 7 നോട്ടുകൾ, ഓരോന്നും എത്രയാണ്. ഇവിടെ ഞാൻ ചെയ്തു, 20
നോട്ടുകളുടെ എണ്ണം 20 രൂപയുടെ നോട്ടുകൾ എന്ത് ചെയ്തു എക്സ് എടുത്തു. ആകെ നോട്ടുകളുടെ എത്രയാണ് ഇവിടെ? ആകെ നോട്ടുകളുടെ എണ്ണം 7ആണ്. അതിൽ 20 രൂപ നോട്ടുകൾ എണ്ണെടുത്തു എക്സ് ആയി എടുത്തു. അങ്ങനെയാണെങ്കിൽ 10 രൂപ നോട്ടുകൾ എണ്ണം എത്ര ആയിരിക്കും? ആകെ നോട്ടുകളുടെ തുക എത്രയാണ്? 7ആണ്. അതിൽ 20 രൂപ നോട്ടുകളുടെ എണ്ണം എക്സ് ആണെങ്കിൽ 10 രൂപ നോട്ടുകൾ എണ്ണം എത്ര ആയിരിക്കും? പറ. 7 മൈനസ് എക്സ്. നോക്കൂ, 20 രൂപ നോട്ടുകളുടെ എണ്ണം എത്രയാണ്? എക്സ് ആണ്. അപ്പൊ അത്ര രൂപയായിരിക്കും അത് എന്തായിരിക്കും? ഇപ്പൊ നോക്കൂ, 20 രൂപയുടെ 2 നോട്ടുകൾ ഉണ്ടെങ്കിൽ എത്ര രൂപയാണ്? 20 × 2 = 40 ആണ്. 20 രൂപയുടെ 8 നോട്ടുകൾ ഉണ്ടെങ്കിൽ എത്ര രൂപയാണ്? 20 × 8 എത്രയാണ്? 20 × 8 = 160 ആണ്. അതുപോലെ എന്തായിരിക്കും ഇവിടെ? 20 × x പ്ലസ് നോക്കൂ, 10 രൂപയുടെ നോട്ടുകൾ എത്രയാണ്? 7 മൈനസ് എക്സ് ആണ്. അത് എത്ര രൂപയാണ്? 10 × 7 മൈനസ് എക്സ് എത്രയായിരിക്കും? എത്ര രൂപ ചിലറാക്കിയിരിക്കുന്നത്? 100 രൂപയാണ്. അപ്പൊ സമം 100. അപ്പൊ 100 രൂപയിൽ എന്താണ്? കുറെ 20 നോട്ടുകളും കുറെ 10 നോട്ടുകളും കൂട്ടിയതാണ് എന്ത്? 100 രൂപ. അത് എത്ര 20 രൂപ ഉണ്ട് കാണണം, എത്ര 10 രൂപ ഉണ്ട് എന്ന് കാണണം. അതിനുവേണ്ടി നമ്മൾ ഇത് ഒരു ബീജഗണിത സമവാക്യം നമ്മൾ രൂപീകരിച്ചു. ഓക്കെ, ഇനി ആദ്യം 20x പ്ലസ് ഈ 10 എന്ത് ചെയ്യുക? 7 കൊണ്ട് ഗുണിക്കുക. അതിനുശേഷം ഈ 10 എന്ത് ചെയ്യുക? എക്സ് കൊണ്ട് ഗുണിക്കുക. ആയിരിക്കും 20x പ്ലസ് ആദ്യം 10 × 7 പിന്നെ എന്താ ഉണ്ടാകുക? മൈനസ് 10 × x സമം 100 സമത്രയായിരിക്കും സമം 20x പ്ലസ് 70 മൈനസ് 10x സമം 100. അപ്പൊ അതായിരിക്കും 20x 10x പോയ എത്രയായിരിക്കും? 10x 20x മൈനസ് 10x സമം 100 മൈനസ് 70. അപ്പൊ അതായിരിക്കും 10x സമം 30. എക്സിന്റെ വില എത്രയാണ്? 3. അപ്പൊ എന്താണ്? 20 രൂപ നോട്ട് വേണം എത്രയായിരിക്കും? 3 ആയിരിക്കും. 10 രൂപ നോട്ട് വേണം എത്രയായിരിക്കും? പറയൂ. 7 മൈനസ് 3. അടുത്ത് 80 മീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിന് നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അതിന്റെ വീതിയും നീളവും എത്രയാണ്? നോക്കൂ, ഇവിടെ എന്താണ്? വീതി എത്ര എടുത്തോളെ? എക്സ്. ആ വീതിയും നീളവും തമ്മിൽ ബന്ധം വന്നിട്ടുണ്ട് അല്ലേ? ചതുരത്തിന്റെ നീളം എന്താണ്? വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. വീതി എക്സ് ആണെങ്കിൽ നീളം എത്രയാണ്? പറ. സമം വീതിയുടെ 2 മടങ്ങ് എന്താണ്? 2x. അയാളോട് 1 കൂട്ടിയത് പ്ലസ് 1. ഇവിടെ ചുറ്റളവ് എത്രയാണ്? 80 മീറ്റർ. അപ്പോൾ നീളവും വീതിയും കൂട്ടി എത്ര ആയിരിക്കും? നീളവും കൂട്ടണം വീതി എന്തായിരിക്കും? പറയൂ. ചുറ്റളവിന്റെ പകുതി അല്ലേ? അപ്പോൾ നീളം കൂട്ടണം വീതി സമം 80 ഹരിക്കണം 2 എത്രയാണ്? 40. അത് നീളം എത്രയാണ്? നീളം എത്രയാണ്? 2x കൂട്ടണം 1. അത് എഴുതുക. x കൂട്ടണം 2x പ്ലസ് 1 സമം 40. തിരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. 2x പ്ലസ് 1 കൂട്ടണം x സമം എത്ര ആയിരിക്കും? 40. ഇവിടെ നോക്കൂ, ഇവിടെ എത്ര എക്സുകളുണ്ട്? ഇവിടെ എക്സ് ആണ് 1x ആണ്. ഇവിടെ എക്സ് എത്രയാണ്? 2x ആണ്. കൂട്ടുമ്പോൾ എത്ര ആയിരിക്കും? എക്സ് കൂട്ടാൻ 2x എത്ര ആയിരിക്കും? 3x ആയിരിക്കും. ഈ പ്ലസ് 1 കൂടെ പോരുമ്പോൾ മാറും മൈനസ് 1 ആയിരിക്കും. അപ്പോൾ 3x സമം 40 മൈനസ് 1. അപ്പോൾ എക്സ് സമം എന്തായിരിക്കും? എക്സ് സമം 13 കിട്ടും അല്ലെ? 3x സമം എത്രയാണ്? 3നെ 13 കുടിക്കുമ്പോഴാണ് 39. അപ്പൊ എക്സിന് വില എത്രയാണ്? 13. അപ്പൊ വീതി എത്രയാണ്? വീതി സമം 13. അപ്പൊ നീളം എത്ര ആയിരിക്കും? നീളം സമം എന്താണ്? 2x പ്ലസ് 1. നീളം സമം 2x പ്ലസ് 1. അവിടെ എക്സിന് വില 13 കൊടുത്തു കഴിഞ്ഞാല് 2 × 13 പ്ലസ് 1 സമം 26 പ്ലസ് 1 സമം 27. നീളം സമം 27. അടുത്ത ഒരു വരയിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു വര വരയ്ക്കണം. ഇരുവശത്തും ഉണ്ടാക്കുന്ന കോണുകളിൽ ഒന്ന് മറ്റേതിനേക്കാൾ 50 ഡിഗ്രി കൂടുതലായിരിക്കണം. ചെറിയ കോൺ എത്രയാകണം? ഞാൻ ആദ്യം ഒരു വര വരച്ചു, അവിടെ ഒരു ബിന്ദു മാർക്ക് ചെയ്തു. അതിനുശേഷം വേറൊരു വരയും വരച്ചു. ഈ കോൺ ചെയ്തു ഞാൻ എക്സ് എടുത്തു. ഈ കോൺ എടുത്തു എക്സ് എടുത്തു. നോക്കൂ, ഇരുവശത്തും ഉണ്ടാക്കുന്ന കോണുകളിൽ ഒന്ന് മറ്റേതിനേക്കാൾ 50 ഡിഗ്രി കൂടുതലാണ്. ഒന്ന് മറ്റേതിനേക്കാൾ 50 ഡിഗ്രി കൂടുതലാണ്. ഇത് ചെറിയ കോണാണ്, ഇതെന്താണ്? വലിയ കോണാണ്. ഇത് ചെറുതാണ്, ഇതെന്താണ്? വലുതാണ്. ഇത് എക്സ് ആണെങ്കിൽ ഈ കോണുകൾ എത്രയായിരിക്കും?
എത്ര ആയിരിക്കും പറയൂ? എക്സ് പ്ലസ് 50 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ തുക എന്തായിരിക്കും? ഈ രണ്ട് കോണും കൂട്ടി എത്ര ആയിരിക്കും? പറ, എത്രയാണ്? പറയും. എക്സ് പ്ലസ് 50 സമം 180 ആയിരിക്കും. അത് എത്ര എക്സുകളുണ്ട്? 2 എക്സുകളല്ലോ. എക്സ് കൂട്ടണം എക്സ് എന്തായിരിക്കും? 2x സമം 180 മൈനസ് 50. 2x സമം 180 മൈനസ് 50 സമത്രയാണ് 130. അപ്പൊ 2x സമത്രയാണ് 130 ആണെങ്കിൽ എക്സ് എത്ര ആയിരിക്കും? 130 ഹരിക്കണം 2 സമത്രമായിരിക്കും സമം 65. അപ്പൊ എന്താണ്? ചെറിയ കോൺ എത്ര ആയിരിക്കും? 65. ചെറിയ കോണിന് അളവെന്തായിരിക്കും? 65. അങ്ങനെയെങ്കിൽ വലിയ കോണികൾ അളവെന്തായിരിക്കും? എക്സ് പ്ലസ് 50 അല്ലെ? എക്സ് എന്തായിട്ടിരിക്കുന്നത്? 65 അല്ലേ? അത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 65 കൂട്ടണം 50 സമത്രമായിരിക്കും 115 ഡിഗ്രി. അടുത്തു, ഒരു പുസ്തകത്തിന്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. ഒരു പുസ്തകത്തിന്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. ഒരു പെൻസിലിന്റെ വില ഈ പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ്. ഒരാൾ 5 പുസ്തകവും 2 പേനയും 3 പെൻസിലും വാങ്ങി. ആകെ 74 രൂപയായി. ഓരോന്നിന്റെയും വില എത്രയാണ്? നോക്കൂ, ഞാനിവിടെ പേനയുടെ വില എടുത്തു, എക്സ് എടുത്തു. ഒരു പേനയുടെ വില എടുത്തു, എക്സ് എടുത്തു. ഈ പേനയുടെ വിലയും അത് പുസ്തകത്തിന്റെ വിലയും നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്. ഒരു പുസ്തകത്തിന് വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. ആ പുസ്തകത്തിന് വില എന്തായിരിക്കും? പുസ്തകത്തിന്റെ വില സമം എന്തായിരിക്കും? പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. ആ പുസ്തകത്തിന്റെ വില എത്രയാണ്? പറയൂ, എന്താണ്? സമം എക്സ് പ്ലസ് 4. പിന്നെ എന്താണ്? ഒരു പെൻസിലിന്റെ വില ഈ പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ്. ഈ പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ്. അങ്ങനെയെങ്കിൽ പെൻസിലിന്റെ വില എന്തായിരിക്കും? പെൻസിലിന്റെ വില സമം എക്സ് മൈനസ് 2 ആണ്. ഒരാള് 5 പുസ്തകവും 2 പേനയും 3 പെൻസിലും വാങ്ങി. ആകെ 74 രൂപയായി. ഓരോന്നിന്റെയും വില എത്രയാണ്? ആകെ എത്ര ഉണ്ട്? 74 രൂപയായി. ഇവിടെ 5 പുസ്തകത്തിന്റെ വില പ്ലസ് 2 പേനയുടെ വില പ്ലസ് 3 പെൻസിലിന്റെ വില സമം 74 ആണ്. അതിൽ പുസ്തകത്തിന്റെ വില എത്രയാണ്? എക്സ് പ്ലസ് 4 ആണ്. അപ്പൊ ഇവിടെ 5 ഇൻറ്റു എക്സ് പ്ലസ് 4 ആയിരിക്കും. പേനയുടെ വില എന്താണ്? എക്സ് ആണ്. അതുപോലെ പെൻസിലിന്റെ വില എത്രയാണ്? എക്സ് മൈനസ് 2 ആണ്. അപ്പൊ എന്തായിരിക്കും? 5x പ്ലസ് 4 ഇൻറ്റു പ്ലസ് 2x പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 സമം 74. ആദ്യം 5 എന്ത് ചെയ്തു? എക്സ് കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 5x കിട്ടി. അതിനുശേഷം 5 എന്ത് ചെയ്തു? 4 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എന്തായിരിക്കും? 5 ഇൻറ്റു 4. അതിനുശേഷം 2x എഴുതി. അവസാനം 3 എന്ത് ചെയ്തു? എക്സ് കൊണ്ട് ഗുണിച്ച എന്തായിട്ടും 3x ഉണ്ടാവും, പ്ലസ് 3x. അങ്ങനെ അവസാനമായിട്ട് 3നെ മൈനസ് 2 കൊണ്ട് ഗുണിച്ച എന്തായിരിക്കും? മൈനസ് 3 ഇൻറ്റു 2 സമം 74. അതിൽ എത്ര എക്സുകളുണ്ട്? ഇവിടെ 5x, 2x, 3x. ഇതെല്ലാം ഒരുപോലത്തെ സംഖ്യാസ്ഥാനങ്ങളാണ്. അതെന്താ കൂട്ടുക. അപ്പൊ എത്രയായിരിക്കും? സമം 10x. പിന്നീട് 20 മൈനസ് 6 സമത്രയാണ് 14. അപ്പോൾ ചരങ്ങൾ വരുന്നതെല്ലാം കൂട്ടി അല്ലേ? 5x പ്ലസ് 2x പ്ലസ് 3x ആണ് 10x പ്ലസ് 14 സമത്രയാണ് 74. അങ്ങനെ എന്തായിരിക്കും? 10x സമത്രമായിരിക്കും 10x സമം 74 മൈനസ് 14 സമത്രമായിരിക്കും 10x സമം 60. അപ്പം എക്സ് എത്ര ആയിരിക്കും? എക്സ് സമം 60/10 സമത്രയാണ് 6. എക്സ് സമം 60/10 സമം 6. അപ്പോൾ പേനയുടെ വില കാണണം, പുസ്തകത്തിന്റെ വില കാണണം, പെൻസിലിന്റെ വില കാണണം. ഇതിൽ എന്താണ്? പേനയുടെ വില എത്രയാണ്? പേനയുടെ വില എക്സ് ആണ്. എത്രയാണ്? 6 ആണ്. ഇനി പുസ്തകത്തിൽ നോക്കൂ, എന്തായിരിക്കും? 6 പ്ലസ് 4 എത്ര ആയിരിക്കും? 10 ആയിരിക്കും അല്ലെ? പെൻസിൽ വില എന്തായിരിക്കും? 6 മൈനസ് 2 എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, 6 മൈനസ് 2 സമം 4 ആയിരിക്കും.